ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആത്മാരമ്യ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെയ് 1 ചങ്ങമ്പുഴ പാർക്കിൽ ഡാൻസ് കളിക്കാനായിട്ട് ഒരവസരം കിട്ടി. അത് അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വേദിയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേക്കപ്പ് ഇടുന്നതാട്ടോ ഇത്. അവിടെ നൃത്താസ്വാദക സദസ്സ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ 5 ദിവസം മെയ് 1 to 5 വരെ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആദ്യം മുഖത്ത് മേക്കപ്പ് ഇട്ടതിന് ശേഷം കയ്യിലും കാലിലൊക്കെ അലത്തേക്കിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് അതിന് ശേഷമാണ് മുടിയെല്ലാം കിട്ടി റെഡിയായത്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കുക, ഡാൻസ് കളിക്കുക, ആ വേഷത്തിലൊന്ന് നിൽക്കുക, അതിന് ഫോട്ടോ എടുക്കുക. ഭയങ്കര ഒരു ഡ്രീമായിരുന്നു. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരാഗ്രഹം നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിന് സ്വപ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ, ആ സ്വപ്നം മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ എന്നെങ്കിലും ഒരിക്കലും നടക്കും. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് എൻ്റെ ഡാൻസ് എന്ന് പറയുന്നത്. വളരെ ചെറുപ്പം തുടങ്ങി ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് ഡാൻസ് കളിക്കണം, അരങ്ങേറണം. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഡാൻസ് കളിക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾക്കിങ്ങനെ ഒരു പ്രൈവറ്റ് പ്ലേസൊക്കെ കിട്ടുമ്പോൾ അവരുടെ കൂടെ നിന്നിട്ട് അവർ പഠിപ്പിക്കുന്ന സ്റ്റെപ്പൊക്കെ ഞാൻ കൂടെ നിന്നൊക്കെ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി സ്റ്റേജ് ഈശ്വരൻ എനിക്ക് കളിക്കാൻ തന്നു. ആദ്യം എറണാകുളത്ത് അമ്പലത്തിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പം അങ്ങനെ കുറേ സ്റ്റേജുകൾ എനിക്ക് കിട്ടി. എല്ലാത്തിനും എപ്പോഴും ഈശ്വരനോട് താങ്ക്സ് ആണ് ഇങ്ങനൊരു അവസരം നമുക്ക് കിട്ടുന്നതും കളിക്കാൻ കിട്ടുന്നതും. അപ്പോൾ എന്തും നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സ്റ്റേജ് നമുക്ക് കിട്ടും. 2 ഡാൻസ് ഞങ്ങൾ അതിനകത്ത് കളിച്ചത്. ഒന്നൊരു വെങ്കിടാചലവും പിന്നൊന്ന് ചിലപ്പതികാരം, കണ്ണകിയുടെ ഒരു പെർഫോമൻസ്. അതിലൊരെണ്ണത്തിൽ കിങ്ങിൻ്റെ റോളായിരുന്നു ഒരെണ്ണത്തിന് കിട്ടിയത്. അപ്പോൾ കിങ്ങിൻ്റെ റോൾ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് മറ്റേ കിരീടവും ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് അഡീഷണൽ ഫിറ്റിങ്സൊക്കെ വെച്ചിട്ട് വേറൊരു കോസ്റ്റ്യൂമും കൂടിയും അഡീഷണലായിട്ട് വന്നു. എന്തായാലും ഇങ്ങനൊരു വേദി കിട്ടിയതിന് എപ്പോഴുള്ളിൽ താങ്ക്സ്. ഇത് ഞങ്ങളുടെ ശ്യാമള ടീച്ചറാണ് ഞങ്ങളെ ഡാൻസ് പഠിപ്പിക്കുന്നത്. ടീച്ചർ ഞങ്ങൾക്കൊരു അമ്മ, ചേച്ചി, ഗുരു, അങ്ങനെ എല്ലാ തരത്തിലും ഭയങ്കര ലവബിളാണ് മിസ്സിൻ്റെ അടുത്ത് നമ്മൾ പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പോവില്ല. മിസ്സിൻ്റെ അടുത്ത് 20 വർഷത്തിന് മുകളിൽ ഉള്ള സ്റ്റുഡൻസൊക്കെ ഇപ്പോഴും മിസ്സിൻ്റെ സ്റ്റുഡൻസായിട്ടുണ്ട്. ഞങ്ങൾ 2018 മുതലാണ് ഞാൻ മിസ്സിൻ്റെ അടുത്ത് ജോയിൻ ചെയ്യാനായിട്ട് തുടങ്ങിയത്. മിസ്സ് നമ്മൾ പോലും അറിയാതെ മിസ്സ് നമ്മളെ ഇങ്ങനെ ആക്കി എടുക്കും. ശരിക്കും പലപ്പോഴും നമുക്ക് തോന്നും മിസ്സ് ഞങ്ങളെ കളിപ്പിക്കുന്നത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടാണെന്ന്. പക്ഷെ ഞങ്ങൾ പോലും അറിയാണ്ട് ഗ്രാജുവലിയാണ് ഞങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഇതുവരെ വന്നിരിക്കുന്നത്. ഇത് ചിലപ്പതികാരം എന്ന് പറഞ്ഞ ഡാൻസിലെ കുറച്ച് ഇതാണ്. അതെല്ലാവരും ഒന്ന് കണ്ടോളൂ കേട്ടോ. ഞാനൊരു രാജാവിൻ്റെ റോൾ അഭിനയിക്കാനായിട്ട് കിട്ടി. അത് കണ്ടു നോക്കി ഇങ്ങനെയുണ്ട്. രാജസഭയിലേക്ക് അനുവാദമില്ലാതെ കടന്നു വന്ന ഇവളാരെ മഹാറാണിയുടെ മുത്തുകൾ നിറച്ച ചിലമ്പിന് പകരം സത്യം തെളിയിക്കാൻ നിന്റെ കൈവശം എന്താണുള്ളത്? മാണിക്യമോ? നിന്റെ ചിലമ്പിലോ മാണിക്യം? നീ കാണുന്നില്ലേ അമൂല്യങ്ങൾ